അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ ഈ വേദിയുടെ അധ്യക്ഷൻ, പഠിച്ചിറങ്ങിയ ഉദവികളുടെയൊക്കെ ഫാമിലി ഇൻസിജാം പ്രോഗ്രാം ഇന്നിവിടെ നടക്കുകയാണ്. ദാൽഹുദ അതിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ നേതൃത്വത്തിലിരിക്കുന്ന പണ്ഡിതരും സാദാത്യങ്ങളും ഉമറാക്കളൊക്കെയുമായിട്ടുള്ള അവരുടെയൊക്കെ ആ വിഷൻ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് വളരെയധികം സമൂഹത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഴ്സ്, തുടക്കക്കാരായിട്ടുള്ള എം എ ബഷീർ മുസ്ലിയാർ, സി ചൈദുറസ് മുസ്ലിയാർ, ഈ വാവുട്ടിയാജി അടക്കമുള്ള ആളുകളുടെയൊക്കെ അവരുടെയൊക്കെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം തന്നെ തുടക്കം കുറിച്ചുള്ളത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. വർഷങ്ങളോളം എൻ്റെ വന്യപിതാവായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് പദവിയിലും സ്ഥാപനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തിരുന്ന വ്യക്തിത്വങ്ങൾ കൂടിയായിരുന്നു. നമ്മുടെ സയ്യിദ് വ്യാജി പ്രായാധിക്യം കാരണം ഇങ്ങനെ ഇവിടെ സ്റ്റേജിൽ നിന്ന് വന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫ നൽകി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ദീനിനു വേണ്ടി സേവനം ചെയ്യാനുള്ള കരുത്തും സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ വർഷങ്ങളോളം തുടക്കം പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിൻ്റെ കൂട്ടായ്മ 10 വർഷങ്ങൾക്ക് മുമ്പ് CSC എന്ന പേരിൽ ഉദവികളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉള്ള എല്ലാ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ദീനീ പ്രബോധന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു മുന്നേറ്റം നടത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാണക്കാട് ഒരു ഹാദിയ ക്യാമ്പസ് തന്നെ സെൻറ്റർ ഫോർ സോഷ്യൽ എക്സലൻസ് എന്ന പേരിൽ തുടക്കം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന, അതിലെല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ അഭിമാനം കൊള്ളുകയാണ്. ആ സ്ഥാപനത്തിൻ്റെ 1998 പ്രവർത്തനം ആരംഭിച്ചു. 2026 അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മതരംഗത്തും ഭൗതിക രംഗത്തുള്ള മുന്നേറ്റം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിൽ വളരെയധികം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ മതരംഗത്തും ഭൗതിക രംഗത്തുള്ള വിദ്യാഭ്യാസ രംഗങ്ങളിൽ വളരെയധികം മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ആരും എത്തിപ്പെടാത്ത പ്രദേശങ്ങളിലായിട്ട് കാശ്മീരും ആസാമും പോലെയുള്ള പ്രദേശങ്ങളിലടക്കം നമ്മുടെ ഉദവികൾക്ക് അതിൻ്റെ മികവും അവിടെ പ്രവർത്തനത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇനി അങ്ങോട്ടും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് 1-2 സംസ്ഥാനങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഉള്ള എല്ലാ സംസ്ഥാനങ്ങളും ദീനിൻ്റെ ദീനിൻ്റെ ചലനമില്ലാത്ത പല സംസ്ഥാനങ്ങളുണ്ട്. ദീനി മുന്നേറ്റം നടക്കാത്ത, ദീനി പ്രവർത്തനങ്ങളില്ലാത്ത, അള്ളാഹു എന്താണെന്നും അള്ളാഹിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നുള്ളതേക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ്. ഇന്ന് നാം നിലനിൽക്കുന്ന മാസം തന്നെ പുണ്യ റബീഉൽ അവ്വലിൻ്റെ ഒരു സുദിനത്തിൽ കൂടിയാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഈ മാസത്തിൽ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്കിങ്ങനെയൊരു ഇൻസിജാം പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഈ CSCയുടെ ഒക്കെ ഭാഗമായി ഉദവികളല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ് എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇനിയും നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണങ്ങൾ കൊണ്ട് നമുക്ക് അള്ളാഹു അത് സാധ്യമാക്കി തരുമാറാവട്ടെ. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കെല്ലാവർക്കും അത് ഇനിയും നല്ല രീതിയിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന് വേണ്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട്
സമൂഹത്തെ നയിക്കണം. അതൊക്കെ പറഞ്ഞാൽ ഞാൻ നിലകൊള്ളുന്ന മാസം തന്നെ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ നുബുവത്തിൻ ലഭിച്ച അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം കൂടിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നുള്ളതാണ്. സമൂഹത്തിന് മാർഗം കാണിച്ചു കൊടുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് മാർഗം കാണിച്ചു. അത് മുസ്ലിങ്ങൾക്ക് ആയിരിക്കണമെന്നില്ല, ജനങ്ങൾക്ക് നേരിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് അതാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം, നമ്മുടെ രാജ്യത്ത് കേരളം മാത്രമാണ് ദീനീ സംരംഭങ്ങളിലും ദീനി വിദ്യാഭ്യാസ രംഗങ്ങളിലും കുറച്ചെങ്കിലും മികവുള്ള ഒരു സംസ്ഥാനമായി നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ ഉദവി ദാറുൽ ഹുദ പോലുള്ള സ്ഥാപനങ്ങൾക്ക് പുറമെ ധാരാളം സ്ഥാപനങ്ങൾ ഇതിനു മുമ്പും തുറന്നും പ്രവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കമ്പാരിസൺ നടത്തി താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ നമുക്ക് ഒരു കാലത്ത് പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള സൗകര്യവും സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ദാറുൽ ഹുദ പോലെയുള്ള സ്ഥാപനങ്ങൾ വന്നതിന് ശേഷമാണ് വ്യത്യസ്ത ഭാഷകളിൽ പഠിപ്പിക്കുന്ന സംസാരിക്കാൻ കഴിവുള്ള ആളുകളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത സംസ്കാരവും ഉൾക്കൊള്ളുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്ത്. ഒരു ബഹുസ്വര രാജ്യം കൂടിയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതും. എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. ആ ചേർത്ത് പിടിക്കലോടെ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് ഉദവിമാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ദാറുൽ ഹുദ ചെയ്യുന്ന സേവനങ്ങളും സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വ്യത്യസ്ത ഓഫ് ക്യാമ്പസുകളടക്കം സജ്ജീകരിച്ചുകൊണ്ട് ധാരാളം കുട്ടികൾ ഓഫ് ക്യാമ്പസിലും അതിലേറെ കുട്ടികൾ നമ്മുടെ മാതൃ ക്യാമ്പസിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ദീനീ സംരംഭങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ച് ഇവിടെ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.